ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇപ്പോൾ പല വിധത്തിലുള്ള അവർക്ക് മെൻ്റലായിട്ട് അവർ ഒത്തിരി പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് അല്ലേ ഇന്നത്തെ തലമുറ. അതിന് കാരണം എന്താണെന്നോ, കുട്ടികൾക്ക് ഇപ്പോൾ റോൾ മോഡൽ ഇല്ല എന്ന് പറയാം. വീട്ടിലും ഇല്ല, സ്കൂളിൽ ചെന്നാലും ഇല്ല, എവിടെ നോക്കിയാലും പിള്ളേർക്കൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ മയക്കുമരുന്നും ഫ്രണ്ട്സും അത് വീട്ടിലറിയാതെ പ്രസവം അടക്കം നടക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഇന്നത്തെ മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ നമുക്ക് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അമ്മമാർ ശ്രദ്ധിക്കാനുള്ളത്, സമയമില്ല, അതൊരു സത്യമാണ്. സമയമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും കുട്ടികൾക്ക് വേണ്ടി അവരടുത്ത് വരുമ്പോഴും അവരോട് സംസാരിക്കുകയും സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും കൂട്ടുകാരൊക്കെയെന്നറിയുകയും ആരൊക്കെയായിട്ടാണ് ഇവർ ഫോൺ ചെയ്യണതെന്നൊക്കെ അമ്മമാർക്ക് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് മക്കളുടെ കൂട്ടുകാരും അവരുടെ ഫാദറും മദറും ഒക്കെ ഞങ്ങളുടെയും കൂടെ ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടുകാർ തമ്മിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു പിള്ളേരുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു ലിങ്ക് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ കുട്ടികളെ കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാം. കാരണം അവർക്ക് വീട്ടിൽ മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല, ബന്ധുക്കളാരുമില്ല ഒക്കെ അങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് ഒന്നും അവർക്ക് കണ്ടുപഠിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവർ പിന്നെ സ്വയം പഠിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടം. സ്വയം പഠിച്ചെടുക്കാനായിട്ട് നമ്മുടെ അമ്മമാരും പിന്നെ ഫാദറും നമ്മുടെ പേരൻസ് ഹെൽപ്പ് ചെയ്യണം കുട്ടികൾ. അതാണ് എനിക്ക് മുന്നോടിയായിട്ട് പറയാനുള്ളത് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറയാൻ ശീലിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എഴുന്നേൽപ്പിക്കാൻ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് മോനെ അല്ലെ മോളെ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഹാപ്പിയാവും. ആ കൂട്ടത്തിൽ മുഖത്തൊന്ന് ചിരിയും കൂടെ വരുത്തി അവർ കൂടുതൽ കോൺഫിഡൻസ് ആവും. അവരും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാൻ. അപ്പം നമ്മൾ ആ സോഷ്യലായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുന്ന ഒന്നാണ് ഈ പിന്നെ ഗുഡ് മോർണിംഗ്. അത് വീട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ സ്കൂളിൽ പോകുന്ന വഴി നമ്മുടെ ആരെ കണ്ടാലും ഒന്ന് വിഷ് ചെയ്യണം. അങ്ങനെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അത് അവരിലൊരു പിന്നെന്താ പറയണേ, സോഷ്യൽ കണക്ഷൻ കൂടുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതാണ് ആദ്യം തന്നെ പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിരിക്കണം. ആരെ കണ്ടാലും ഒന്ന് ചിരിക്കണം, മുഖം തിരിച്ച് മോന്ത ഉറപ്പിച്ച് പോകരുത് എന്ന് നമ്മൾ അമ്മമാരും കാണിച്ചു കൊടുക്കണം, മക്കളെയും പഠിപ്പിക്കണം. അപ്പം ഞാൻ ഇന്ന് ആരെ കണ്ടാലും വിഷ് ചെയ്യും, ആരെ കണ്ടാലും ചിരിക്കും എന്നൊക്കെ പിള്ളേർക്ക് മനസ്സിൽ അവർക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട നമ്മളൊന്ന് ചിരിച്ച് ഒന്ന് വിഷ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവിട്ട് അവർക്കൊരു സോഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആവും. പിന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നോ, എപ്പോഴും മറ്റുള്ളവരോട് പിന്നെ ഒരു കൈൻഡ്നെസ് കുട്ടികളെ ആവാൻ പഠിപ്പിക്കണം. എപ്പോഴും മറ്റുള്ള ഒരാളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവം അതിന് വയ്യല്ലോ, അല്ലെങ്കിൽ അത് വയസ്സായിട്ടുള്ള ആളാണല്ലോ, ഒന്ന് ബസ്സിൽ കയറി എഴുന്നേറ്റ് കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത തലമുറയാണിത്. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ്നെസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ മാതാപിതാക്കൾ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ, അതാണ് അതിൻ്റെ ഒരു വാക്ക്, മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ടുള്ളൊരു ഇത് മനസ്സിൽ പിള്ളേർക്ക് തോന്നണം. അതിന് നമ്മൾ അമ്മമാർ അവരെ ഹെൽപ്പ് ചെയ്യണം. പിള്ളേർ സ്വയം ഇന്ന് ഞാൻ ആരെ കണ്ടാലും അവരോട് വളരെ സോഫ്റ്റായിട്ട് പെരുമാറും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൈൻഡ്നെസ് തന്നെ വന്നോളും കേട്ടോ. പിന്നെ വേറെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യും അല്ലേ. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും കുട്ടികൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അവർക്കിപ്പോൾ വൈകുന്നേരത്തെ ആഹാരം ഉണ്ടാക്കണ കാര്യമോ അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ എത്ര രൂപ കിട്ടുന്നൊന്നും ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാനിന്ന് സന്തോഷമായിട്ടിരിക്കും, രാവിലെ എഴുന്നേറ്റ് ഞാനിന്ന് ഹാപ്പിയാണ്, നല്ല ദിവസമാണ് ഇന്ന്, ഐ ആം ഹാപ്പി എന്ന് ഒരു ചിന്ത മക്കളിൽ ഉണ്ടാവണം. അത് അമ്മമാർ അത് പിള്ളേരെ ശീലിപ്പിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന്, പ്രതീക്ഷ. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും പ്രതീക്ഷ കൊടുക്കണം. ഇപ്പോൾ അവർ ഒരു വിഷയത്തിന് തോറ്റ്, നീ എല്ലാവരും ജയിച്ചല്ലോ, നീ തോറ്റല്ലോ എന്നും പറഞ്ഞ് അവരെ കിടന്ന് ഒച്ച വെക്കാതെ
എപ്പോഴും അതിനെന്താ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഹോപ്പ് കേട്ടോ, പ്രതീക്ഷ കൊടുക്കണം. ഈ പ്രതീക്ഷ കൊടുത്താലുള്ള ഗുണം എന്താണെന്നോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങളിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ അവരെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു ആ കോൺഫിഡൻസും അതോടുകൂടി ഉണ്ടാവേ. ഈ പ്രതീക്ഷ ഉണ്ടെങ്കിൽ കോൺഫിഡൻസ്, അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാനുള്ളൊരു ശ്രമം കുട്ടികളിൽ താനെ വരും. ഓക്കെ. പിന്നെ ചില കുട്ടികളുണ്ട് കേട്ടോ, എല്ലാത്തിനും അവർക്കൊരു പേടിയാണ്. എന്ത് ചെയ്യാനും അത് ശരിയാവുമോ അങ്ങനെയുള്ളൊരു പേടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും എടുക്കാനും ഒക്കെ. അപ്പോൾ അതില്ലാതെ എപ്പോഴും ഐ ക്യാൻ എന്നുള്ളൊരു ചിന്തയിൽ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അയ്യോ എന്നും പറഞ്ഞ് പേടിച്ചും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. തെറ്റിക്കോട്ടെ, നിങ്ങൾ ചെയ്യൂ എന്ന് വീട്ടിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ, നമ്മുടെ മക്കളൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മളെക്കാളൊക്കെ ബുദ്ധിയാണ് കുട്ടികൾക്ക്. എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ അവന് 9 വയസ്സായി. അവനോട് ചോദിച്ചാണ് ഈ യൂട്യൂബിലെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത്രയും പിന്നെ പിള്ളേരൊക്കെ അത്രയും ക്ലെവറാണ്. പക്ഷെ ഇങ്ങനെ അവർക്കൊരു സാമൂഹ്യമായിട്ടുള്ളൊരു ചുറ്റുപാടും ബന്ധങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ തലതിരിഞ്ഞു പോകുക എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ സ്നേഹം, ഐ ലവ് യു. അപ്പം നമ്മുടെയൊക്കെ വിചാരം ഐ ലവ് യു എന്ന് പറയണത് പിന്നെ കാമുകന്മാരും പ്രേമിക്കുന്നവർ തമ്മിൽ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ലവ് യു മക്കളെ എന്നൊക്കെ പറയാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാം, മാതാപിതാക്കളോട് പറയാം. അപ്പോൾ അതൊരു നല്ല വാക്കാണ്, എപ്പോഴും കുട്ടികൾ മനസ്സിൽ വെക്കേണ്ട ഒരു വാക്കാണ്. പിന്നെ ബന്ധുക്കളെ കാണുമ്പോഴും ഒക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് ലവ് യു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത് എനർജി കിട്ടും. അത് അവർക്കും നമുക്കും എല്ലാം ഒരു എനർജി കിട്ടുന്ന ഒരു വാക്കാണ് ലവ് യു കേട്ടോ. അപ്പോൾ അത് ശീലിക്കണം. അതുപോലെ തന്നെ താങ്ക് യു, എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അത് നിങ്ങളെനിക്ക് തരേണ്ടതാന്നുള്ള ഭാവത്തിൽ നിൽക്കാതെ താങ്ക് യു എന്ന് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കണം. അത് അമ്മമാർ തുടങ്ങണം, എന്നാലാണ് കുട്ടികൾക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. എന്തെങ്കിലും കൊടുത്ത് കിട്ടിക്കഴിയുമ്പോൾ മക്കൾ പറയുമ്പോൾ താങ്ക് യു മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഹാപ്പിയായി. എന്തെങ്കിലും ഒരു കടയിൽ ചെന്ന് മക്കൾ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞെന്ന് ഓർത്ത് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ കടയിലിരിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, താങ്ക് യു എന്ന് കേൾക്കുമ്പോൾ. അതും നമുക്ക്. പിന്നെ പഠിത്തമാണ് ലേൺ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാം നന്നായിട്ട് പഠിക്കും, എല്ലാത്തിനും നന്നായിട്ട് ആൻസർ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പുതിയ ചിന്താഗതി, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന വാക്കാണ് ലേൺ. ഞാൻ ഇന്ന് നന്നായിട്ട് പഠിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കും എന്നൊക്കെ ഉള്ള അങ്ങനെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഇനി ഒരു അവസരത്തിലാവാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാം, പിന്നെ എല്ലാം ഓപ്പണായിട്ട് നമ്മൾ പറയാനും കുട്ടികൾ എന്തു പറഞ്ഞാലും കേൾക്കാനുള്ളൊരു മനസ്സ് മാതാപിതാക്കൾക്ക് വേണം. സ്കൂളിൽ പോയി വന്നാൽ ഇന്നെന്താ സ്കൂളിലെ വിശേഷം എന്നൊന്ന് ചോദിക്കണോണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ അവർ വിശേഷമൊക്കെ പറയും. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും അവരെങ്ങനെയാണ് അവരുടെ പോക്കെന്ന്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കിയേ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ കാര്യം പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.